ഹായ്. നമ്മളിന്ന് എടുക്കാൻ പോകുന്നത് നമ്മുടെ 5ാമത്തെ ചാപ്റ്ററായ ത്രികോണമിതിയാണ്. ട്രിഗണോമെട്രി. അപ്പോൾ ഈ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഇത് എന്തുമായി ബന്ധപ്പെട്ടതാണ്? ഒരു ത്രികോണവുമായി ബന്ധപ്പെട്ടതാണ് അല്ലേ? പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ത്രികോണവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഇനി തൊട്ടു മുമ്പുള്ള 9ാം ക്ലാസ്സിലെ ഒരു ഭാഗം വെച്ചാണ് ഈ ചാപ്റ്റർ തുടങ്ങുന്നത്. നമുക്കൊരു ത്രികോണം തന്നിട്ടുണ്ട്. ഇവിടെ ഒരു ത്രികോണം തന്നിട്ടുണ്ട്. ആ ത്രികോണത്തിന്റെ 3 കോണുകളും നമുക്ക് തന്നിട്ടുണ്ട്. 90 ഡിഗ്രിയാണ്, 45 ഡിഗ്രിയാണ്. 2 കോണുകൾ 45 ഡിഗ്രിയും ഒരു 90 ഡിഗ്രിയും മട്ടകോണ് നമുക്ക് തന്നിട്ടുണ്ട്. എന്നിട്ട് ഇതിന്റെ ഒരു വശം 3 സെന്റിമീറ്റർ ആണ് എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ഇനി നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ബാക്കി 2 വശങ്ങൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് വശങ്ങൾ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. പൈതഗോറസ് തിയറം കൊടുത്താൽ മതി അല്ലേ? അപ്പോൾ പൈതഗോറസ് തിയറം ഇവിടെ കൊടുക്കാനായിട്ട് സാധിക്കുമോ? പൈതഗോറസ് തിയറം കൊടുക്കണമെങ്കിൽ ഒന്നെങ്കിൽ പാദവും കർണവുമാണോ അല്ലെങ്കിൽ പാദവും ലംബവുമാണോ, ഏതെങ്കിലും 2 വശമാണോ അല്ലേ? ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് ആകെ ഒരൊറ്റ വശം മാത്രമേ നമുക്ക് തന്നിട്ടുള്ളൂ. അപ്പോൾ ഇനി നമ്മൾ ബാക്കി 2 വശങ്ങൾ കൂടി കണ്ടുപിടിക്കണം. ഒരു വശം കൂടി കിട്ടിയായിരുന്നെങ്കിൽ പൈതഗോറസ് തിയറം നേരെ അപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് എന്താ ചെയ്യാനായിട്ട് പറ്റുക? ഇവിടെ നമുക്ക് കോണുകൾ തന്നിട്ടുണ്ട് അല്ലേ? ഒരു കോൺ 45 ഡിഗ്രിയും ഒരു കോൺ 45 ഡിഗ്രിയാണ്. ഈ 45 ഡിഗ്രി കോണിന് നേരെ എതിരായ വശമാണ് 3 സെന്റിമീറ്റർ. അപ്പോൾ നമുക്കറിയാം ഈ 45 ഡിഗ്രിക്ക് എതിരായ ഈ വശം എത്രയായിരിക്കും? 3 സെന്റിമീറ്റർ ആയിരിക്കും. ഇത് നമ്മൾ കഴിഞ്ഞ വർഷം തെളിയിച്ചതാണ്. അതിന് നമ്മൾ തെളിയിക്കാനായിട്ട് നിൽക്കുന്നില്ല. ഇത് ഓൾറെഡി 3 സെന്റിമീറ്റർ ആയിരിക്കും. അപ്പോൾ നമുക്ക് 2 വശങ്ങൾ കിട്ടി. 2 വശങ്ങൾ കിട്ടിയ മൂന്നാമത്തെ വശത്തിന് എന്ത് ചെയ്യുക? കർണം കിട്ടാനായിട്ട് എന്ത് ചെയ്യേണ്ടേ? നമ്മൾ നേരെ പൈതഗോറസ് തിയറം ഉപയോഗിച്ചാൽ മതി. പൈതഗോറസ് തിയറം അനുസരിച്ച് കർണം കിട്ടാനായിട്ട് 3² + 3². നമുക്ക് എത്ര കിട്ടുന്നത്? √9 + 9 18 അല്ലേ? 18 എന്ന് കിട്ടും. ഇനി 18നെ നമുക്ക് എങ്ങനെ എഴുതാനായിട്ട് സാധിക്കും? 18 ഉണ്ട്. അപ്പോൾ നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുന്നത് 3√2 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് കർണത്തിന്റെ വിലയായിട്ട് നമുക്ക് കിട്ടുന്നത് 3√2 ആണ്. അങ്ങനെ നമ്മൾ 3 വശങ്ങൾ കണ്ടുപിടിച്ചു. ഈ വശങ്ങൾ ഇവിടെ നിന്ന് എഴുതി വെക്കാം. പാദം 3 സെന്റിമീറ്റർ, ലംബം 3 സെന്റിമീറ്റർ, കർണം 3√2. ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയ 3 വശങ്ങൾ. ഇനി നമ്മളോട് പറയുകയാണ് ഈ വശങ്ങൾ തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ട്, ഒരു അംശബന്ധമുണ്ട്. ആ ബന്ധം കണ്ടുപിടിക്കാനായിട്ട് പറയുകയാണ്. ഇപ്പോൾ ഇതിൽ നമ്മൾ നോക്കി നോക്കും, 3ലും കോമൺ ആയിട്ടുള്ളത് എന്താണ്? 3 ആണ് അല്ലേ? അപ്പോൾ ഇതിന്റെ അംശബന്ധം നമുക്ക് എങ്ങനെ എഴുതാനായിട്ട് പറ്റും? 1:1:√2 എന്ന് എഴുതാനായിട്ട് പറ്റും. ഇതാണ് ഇങ്ങനെ ഒരു ത്രികോണം തന്നാൽ ആ ത്രികോണത്തിന്റെ 3 വശങ്ങളുടെ അംശബന്ധം എന്ന് പറയുന്നത് 1:1:√2 ആയിരിക്കും. ഇനി ഇവിടെ നമുക്ക് ഏത് വില കൊടുത്താലും നമുക്ക് ഈ 3 വശങ്ങൾ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഈ ഒരു മട്ടത്രികോണത്തിന്റെ ഇപ്പോൾ ഇവിടെ 3 കൊടുത്തപ്പോൾ 3:3:3√2 കിട്ടി. ഇനി ഇവിടെ 4 കൊടുക്കുകയാണെങ്കിലോ 4:4:4√2. അതേപോലെ 6 കൊടുക്കുകയാണെങ്കിൽ 6:6:6√2. ഇങ്ങനെ ഏത് സംഖ്യ കൊടുത്താലും ഏത് വശം തന്നാലും നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഇവിടെ കർണമാണ് തരുന്നത്. കർണം ഒരു 4√2 ആണെങ്കിൽ ഇവിടെ 4√2, ബാക്കിയുള്ള വശങ്ങൾ എന്തായിരിക്കും? 4 ആയിരിക്കും. അപ്പൊ ഇതാണ് ഇങ്ങനെ ഒരു ത്രികോണത്തിന്റെ അംശബന്ധം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ കണ്ടുപിടിച്ചത് 45 ഡിഗ്രിയും 45 ഡിഗ്രി 90 ഡിഗ്രി വരുന്ന ഒരു മട്ടകോണിന്റെ വശങ്ങളാണ് കണ്ടുപിടിച്ചത്. അതുപോലെ തന്നെ ഈ വേറൊരു മട്ടത്രികോണം ഇവിടെ തന്നിട്ടുണ്ട്. അതിന്റെ വശങ്ങൾ തന്നിട്ടുണ്ട് 60 ഡിഗ്രി, 30 ഡിഗ്രി, 90 ഡിഗ്രി. ഇങ്ങനെ ഒരു ത്രികോണത്തിന്റെ പാദം ഇവിടെ തന്നിട്ടുണ്ട് 3 സെന്റിമീറ്റർ. ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ള ലംബവും കർണവും നമുക്ക് കണ്ടുപിടിക്കണം. അപ്പൊ ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഇത് നമുക്ക് പൈതഗോറസ് തിയറം ഉപയോഗിക്കണമെങ്കിൽ ഒരു വശം കൂടി നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ നേരത്തെ നമ്മൾ കണ്ടുപിടിച്ചത് രണ്ടും 45 ഡിഗ്രി ആയിരുന്നപ്പോൾ ഒരു വശം 3 സെന്റിമീറ്റർ ആയിരുന്നപ്പോൾ അടുത്ത 45 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആയ വശം 3 സെന്റിമീറ്റർ ആണെന്ന് കണ്ടു. അങ്ങനെയാണ് നമ്മൾ ചെയ്തത്. ഇനി നമുക്ക് ഇതെങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് ചെയ്തത്. ഈ ത്രികോണത്തിന് ഒരു സമഭുജ ത്രികോണത്തിന്റെ പകുതിയായി കണ്ടു. ഒരു ത്രികോണം ഇവിടെ വരച്ചു. അപ്പോൾ നമുക്കൊരു സമഭുജ ത്രികോണം കിട്ടി. ഇവിടെ എല്ലാ കോണുകളും 60 ഡിഗ്രിയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ ഈ 60 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആയ ഈ വശം എന്ന് പറയുന്നത് 6 സെന്റിമീറ്റർ ആണ്. അപ്പോൾ ഈ 60 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ഉള്ള ഈ വശവും 6 സെന്റിമീറ്റർ ആയിരിക്കും. 60 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ഉള്ള ഈ വശവും 6 സെന്റിമീറ്റർ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇവിടെ എല്ലാ വശങ്ങളും 6 സെന്റിമീറ്റർ ആണ് എന്ന് ഞാൻ ചെയ്തപ്പോൾ കണ്ടു. ഇപ്പോൾ നമുക്ക് മനസ്സിലാവും കർണം എന്ന് പറയുന്നത്
6 സെന്റിമീറ്റർ ആയി. ആ ത്രികോണം നമ്മൾ മായ്ച്ചു കളഞ്ഞു. നമുക്ക് കർണം കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു അങ്ങനെ ചെയ്തത്. ഇപ്പൊ നമുക്ക് കർണം 6 സെന്റിമീറ്റർ എന്ന് കിട്ടി. അപ്പൊ നമുക്ക് പാദം കിട്ടി, കർണം കിട്ടി. ഇനി നമുക്ക് പൈതഗോറസ് തിയറം ഉപയോഗിച്ച് ലംബം കണ്ടുപിടിക്കാം. അപ്പൊ എങ്ങനെ കണ്ടുപിടിക്കുക? സ്ക്വയർ റൂട്ട് ഓഫ് പാദം സ്ക്വയർ മൈനസ് ലംബം സ്ക്വയർ. അപ്പൊ നമുക്ക് എത്ര കിട്ടും? സ്ക്വയർ റൂട്ട് ഓഫ് 6ന്റെ സ്ക്വയർ 36 മൈനസ് 9 ഇങ്ങനെ കിട്ടും. അപ്പൊ സ്ക്വയർ റൂട്ട് ഓഫ് 27 എന്ന് കിട്ടി. ഇനി 27നെ ചെയ്യുമ്പോൾ 27 3. അപ്പൊ നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുന്നത് 3√3 എന്ന് കിട്ടി. അപ്പൊ നമുക്ക് പാദത്തിന്റെ അളവ് എന്ന് പറയുന്നത് 3√3 ആണ്. നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചതുപോലെ ഇവ തമ്മിലുള്ള അംശബന്ധം കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഓരോ കിട്ടിയ ഭാഗങ്ങൾ എഴുതാം അല്ലെ. ആദ്യം പാദം 3 സെന്റിമീറ്റർ, ലംബം 3√3 സെന്റിമീറ്റർ, കർണം എന്ന് പറയുന്നത് 6 സെന്റിമീറ്റർ. ഇനി നമ്മുടെ അംശബന്ധത്തിലേക്ക് വരികയാണെങ്കിലോ 3 ഉണ്ട് അല്ലെ, എല്ലായിടത്തും 3 ഉണ്ട്. അപ്പോൾ 1:√3:2 എല്ലാത്തിനെയും ഇതില് എല്ലാ സംഖ്യയും 3 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന അംശബന്ധം എന്ന് പറയുന്നത് 1:√3:2 എന്നായിരിക്കും. ഇനി ഈ അംശബന്ധത്തിൽ ഏതൊരു വശം കൊടുത്താലും, ഇനി ഇപ്പൊ നമുക്ക് പാദം എന്ന് പറയുന്നത് 3ന് പകരം 5 കിട്ടുന്നതെങ്കിൽ 5 പാദം 5 ആയിരിക്കും. അതേപോലെ ലംബം എന്ന് പറയുന്നത് 5√3 ആയിരിക്കും. കർണം എന്ന് പറയുന്നത് 10 ആയിരിക്കും. ഇങ്ങനെ ഏത് സംഖ്യ കൊടുത്താലും, ഈ അംശബന്ധത്തിൽ ഏത് സംഖ്യ കൊടുത്താലും നമുക്ക് ഈ വശങ്ങൾ ഏതെങ്കിലും ഒരു വശം തന്നാൽ മതി, ബാക്കി എല്ലാ വശവും കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അപ്പം 45 90 ഡിഗ്രി ഉള്ളതിന് 1:1:√3 ആണെങ്കിൽ 30 60 90 ഉള്ള ഈ ത്രികോണത്തിന്റെ അംശബന്ധം എന്ന് പറയുന്നത് 1:√3:2 എന്ന അംശബന്ധത്തിലായിരിക്കും. ഈ ഒരു ത്രികോണത്തിന്റെ അംശബന്ധം എന്ന് പറയുന്നത് 1:√3:2 എന്ന അംശബന്ധത്തിലായിരിക്കും ഈ ത്രികോണം എന്ന് പറയുന്നത്. ഈ അംശബന്ധത്തിൽ ഏത് സംഖ്യ കൊടുത്താലും, ഇവിടെ 2 കൊടുത്താൽ നമുക്ക് 2√3 അതേപോലെ തന്നെ 4 എന്ന് കിട്ടും. ഇങ്ങനെയാണ് ഈ രണ്ട് ത്രികോണങ്ങൾ അംശബന്ധം നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ളത്.